ഹലോ, ഗുഡ് മോർണിംഗ്. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് ബൈബാക്ക് ഓർ മോഡ്സ് ഓഫ് ബൈബാക്ക്. According to SEBI guidelines, there are two methods of buyback of shares. There are സെബിയുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ച് ബൈബാക്ക് നടത്തുന്നതിന് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ത്രൂ ദ ടെൻഡർ ഓഫർ ആൻഡ് ബൈബാക്ക് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. ഓക്കെ, രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ബൈബാക്ക് ത്രൂ ദ ടെൻഡർ ഓഫർ ആൻഡ് ബൈബാക്ക് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. ഫസ്റ്റ് വൺ, നമുക്ക് അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് ബൈബാക്ക് ത്രൂ ടെൻഡർ ഓഫർ. A company can buy back its shares from its existing shareholders on a proportionate basis. ഇതിലെ ഫസ്റ്റ് മെത്തേഡ് ബൈബാക്ക് ത്രൂ ടെൻഡർ ഓഫർ എന്നുള്ള മെത്തേഡ് പ്രകാരം ഇവിടെ ചെയ്യുന്നത് എ കമ്പനി ക്യാൻ ബൈബാക്ക് ഇറ്റ്സ് ഷെയർസ് ഫ്രം ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓൺ പ്രൊപ്പോർഷനേറ്റ് ബേസിസ്. ഒരു കമ്പനി അതിൻ്റെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആ കമ്പനി അതിൻ്റെ ഷെയർ തന്നെ പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കുന്നു. ഓക്കെ, ഒരു കമ്പനി ആ കമ്പനിയുടെ ഷെയർ തന്നെ അതിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി 10,000 ഇക്വിറ്റി ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരുന്നു. ആ ഇഷ്യൂ ചെയ്തിരുന്ന 10,000 ഇക്വിറ്റി ഷെയറിൽ നിന്ന് ഒരു 2,000 ഇക്വിറ്റി ഷെയർ കമ്പനി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കുക. അതായത് 10,000 ഇക്വിറ്റി ഷെയർ എന്നുള്ളത് 8,000 ഇക്വിറ്റി ഷെയർ ആയിട്ട് കമ്പനി കുറക്കുന്നു. ഓക്കെ, അപ്പോൾ ആ എക്സസ് വരുന്ന 2,000 ഇക്വിറ്റി ഷെയർ കമ്പനി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എന്ത് പറയുന്നത്, ബൈബാക്ക് ത്രൂ ടെൻഡർ ഓഫർ എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ കമ്പനി ഫിക്സസ് ദ പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് വിഷസ് ടു ബൈബാക്ക് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ് ഫ്രം ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ കമ്പനി എന്താ ചെയ്യുന്നത്, സോ ദ കമ്പനി ഫിക്സസ് എ price at which it wishes to buy back a specific number of shares from its shareholders. കമ്പനി എന്ത് ചെയ്യാണ്, നിലവിൽ ആ കമ്പനിയുടെ ഷെയറിന് തന്നെ ബൈബാക്ക് നടത്തുന്ന ഷെയറിന് ഒരു വില നിശ്ചയിക്കുന്നു. ഇപ്പോൾ നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരുന്നത് ഒരു ഷെയറിൻ്റെ വില 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. 10,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 ഈച്ച്. 100 രൂപ വിലയുള്ള 10,000 ഇക്വിറ്റി ഷെയർ ആയിരുന്നു ഇഷ്യൂ ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പോൾ കമ്പനി പറയുവാണ് നിങ്ങൾക്ക് ഞങ്ങൾ 100 രൂപയ്ക്ക് വിറ്റിരുന്ന ആ ഷെയർ ഇപ്പോൾ 110 രൂപയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കാൻ തയ്യാറാണ്. ഓക്കെ, ഇതാണ്. സോ ദ കമ്പനി ഫിക്സസ് ദ പ്രൈസസ്. കമ്പനി ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വിറ്റിരുന്ന 100 രൂപ വിലയുള്ള ഷെയർ ഞങ്ങളിപ്പോൾ 110 രൂപയ്ക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കാൻ തയ്യാറാണ്. അങ്ങനെ കമ്പനി എന്ത് ചെയ്യുന്നു, സോ ടു ഫിക്സിങ് ദ പ്രൈസ്. ആ സമയത്ത് എന്ത് ചെയ്യാം, വാങ്ങിച്ചിരുന്ന ഷെയർ ഹോൾഡേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊടുക്കാം. അവിടെ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ബൈബാക്ക് ത്രൂ ടെൻഡർ ഓഫർ എന്നുള്ള രീതി നടക്കുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ കമ്പനി ഫിക്സസ് ദ പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് വിഷസ് ടു ബൈ ബാക്ക് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ് ഫ്രം ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. അവരുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കുന്നു. അതിന് എന്ത് ചെയ്യുന്നു, കമ്പനി മുൻകൂട്ടി തന്നെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ആ ഫിക്സ് ചെയ്ത പ്രൈസിന് തിരിച്ചു തരാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവരുടെ ഷെയർ തിരിച്ചു കൊടുക്കാം. അപ്പോൾ 10,000 ഇഷ്യൂ ചെയ്തു, 2,000 ആണ് കമ്പനി തിരിച്ചു വാങ്ങിക്കാൻ വിചാരിക്കുന്നതെന്ന് ആയിരിക്കുക. ആ സമയത്ത് ഒരു 4,000 ഷെയർ ഹോൾഡേഴ്സ് തിരിച്ചു കൊടുക്കാൻ താല്പര്യം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിക്ക് ആ 4,000 തിരിച്ചു നിർവാഹമില്ല. അവിടെ കമ്പനി 2,000 എന്ത് ചെയ്യുന്നുള്ളൂ, തിരിച്ചു വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ വരുന്ന സമയത്താണ് ഈ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വാങ്ങിക്കുന്നു. അതായത് 2 ഷെയർ തിരിച്ചു തരാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളെടുത്തുനിന്ന് 1 ഷെയർ തിരിച്ചു വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് വാങ്ങിക്കുക. ഓക്കെ, നിലവിൽ തിരിച്ചു വാങ്ങിക്കുന്നതിന് കമ്പനി ഓഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർ തിരിച്ചു തരാൻ താല്പര്യം കാണിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു പ്രൊപ്പോർഷനേറ്റ് ബേസിസിലായിരിക്കും തിരിച്ചു വാങ്ങിക്കുക. അതാണ് ഇവിടെ പ്രൊപ്പോർഷനേറ്റ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കമ്പനി ആ കമ്പനിയുടെ ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരുന്ന ഷെയർ തിരിച്ചിങ്ങോട്ട് തന്നെ വാങ്ങിക്കുന്ന രീതിയാണ് ബൈബാക്ക് ത്രൂ ടെൻഡർ ഓഫർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, സോ ദ കമ്പനി ഫിക്സസ് ദ പ്രൈസ്. കമ്പനിയാണ് ഷെയറിൻ്റെ വില ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവർ 100 രൂപയ്ക്ക് വിറ്റിരുന്നു, ഞങ്ങളിപ്പോൾ അത് 110 രൂപയ്ക്ക് തിരിച്ചു വാങ്ങിക്കാൻ താല്പര്യമുണ്ട് എന്ന് കമ്പനി പറയുന്നു. ആ സമയത്ത് വാങ്ങിച്ച ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർ തിരിച്ച് കമ്പനിക്ക് തന്നെ കൊടുക്കാം. ഈ രീതിയാണ്. സെക്കൻഡ് പറയുന്നത് ബൈബാക്ക് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്.
ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കമ്പനി എന്ത് ചെയ്യുന്നു, ആ കമ്പനിയുടെ ഷെയർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വാങ്ങിക്കുന്നു. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കമ്പനി അതിൻ്റെ ഷെയർ തിരിച്ചു വാങ്ങിക്കുന്നത്, സോ ദിസ് മേ ബി ഡൺ എനി വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. താഴെ പറയുന്ന രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിലാണ് കമ്പനി അതിൻ്റെ ഷെയർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കുന്നത്. അതിൽ ഫസ്റ്റ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെക്കൻഡ് ത്രൂ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. ഇങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ട് ബൈബാക്ക് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ബൈബാക്ക് നടത്തുന്നതിന് രണ്ട് രീതികളുണ്ട്, ത്രൂ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ത്രൂ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് അടുത്തത് ചെയ്യാം. ഓക്കെ.